നിങ്ങൾ ഈ കാണുന്ന ഇമേജ് ഇല്ലേ, അത് മനുഷ്യരുടെ രക്തമാണ്. 2000-ഓളം വരുന്ന സുഡാനിയൻ സിവിലിയൻസിൻ്റെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതിൻ്റെ അടയാളം. എന്താണ് സുഡാനിൽ ശരിക്കും നടക്കുന്നത്? സുഡാൻ ഇപ്പോൾ മിലിറ്ററി ഭരണത്തിലാണ്. അവരും അവിടുത്തെ പാരാമിലിറ്ററിയായ RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ ആഭ്യന്തര യുദ്ധത്തിലാണ്. സുഡാനിൽ നിലനിന്നിരുന്ന ഏകാധിപത്യ ഭരണം ഇല്ലാതാക്കി ജനാധിപത്യം കൊണ്ടുവരാനാണ് ആദ്യമായി അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. ആദ്യം അവിടുത്തെ ഏകാധിപത്യ സർക്കാരിനൊപ്പം നിന്ന ആർമി പിന്നീട് ജനങ്ങൾക്കൊപ്പം കൂടി. അങ്ങനെ അവിടുത്തെ ഏകാധിപത്യ ഭരണത്തിനെ അവർ ഓവർത്രോ ചെയ്യുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾക്കൊപ്പം നിന്ന ആർമി അവിടെ തുടങ്ങിയത് പട്ടാള ഭരണമാണ്. ജനാധിപത്യ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായെങ്കിലും ഒന്നും തന്നെ നടപ്പിലായില്ല. ഈ ഭരണത്തിൽ സുഡാൻ ആർമിയുടെ ചീഫ് പ്രസിഡന്റും RSFിന്റെ ചീഫ് വൈസ് പ്രസിഡന്റുമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സുഡാനിൽ ജനാധിപത്യം കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും സുഡാനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന പാരാമിലിറ്ററി ഉണ്ടായെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. 2003-ൽ സുഡാനിലെ ദർഫർ ഏരിയയിൽ നിന്ന് അവിടുത്തെ സർക്കാരിനെതിരെ അതിശക്തമായ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി. ഈ പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്താൻ വേണ്ടി സർക്കാർ സ്വന്തം ആർമിയെ വിടാതെ അവിടെ ചുറ്റുവട്ടത്തുള്ള മിലിഷ്യാസിനെ ഏർപ്പാടാക്കി. അതിക്രൂരവും മനുഷ്യത്വരഹിതവുമായ രീതികളിലൂടെയാണ് ആ പ്രൊട്ടസ്റ്റിനെ ഇവർ അടിച്ചമർത്തിയത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ക്രൂരതയുടെ വ്യാപ്തി നന്നായി തന്നെ മനസ്സിലാകും. സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്തിനാണ്? ഇനി അന്താരാഷ്ട്ര സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് തങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞ് സർക്കാരിന് കൈയൊഴിയാനും കഴിയുമായിരുന്നു. ഇതിനുശേഷം 2013-ലാണ് RSF എന്ന പാരാമിലിറ്ററി രൂപീകരിക്കപ്പെടുന്നതും അതിനെ ആർമിയോട് ചേർക്കുകയും ചെയ്തു. ഇതേ RSF തന്നെയാണ് 2019-ൽ ഏകാധിപത്യ ഭരണം എടുത്തുകളഞ്ഞ് അവിടെ മിലിറ്ററി റൂൾ വന്നപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത പ്രൊട്ടസ്റ്റേഴ്സിനെ അടിച്ചമർത്തുകയും കൊല ചെയ്യുകയുമൊക്കെ ചെയ്തത്. ഇപ്പോൾ 18 മാസമായിട്ട് സുഡാനീസ് ആർമിയുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലം RSF ക്യാപ്ചർ ചെയ്തു. ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സിവിലിയൻസിനെ പിടിച്ചു നിർത്തി ബന്ദികളാക്കി കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്യുന്നു. അതിൻ്റെ അവർ തന്നെ പുറത്തുവിടുന്ന ഒരുപാട് വീഡിയോസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതുപോലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും സാധാരണ മനുഷ്യരും അടക്കം എല്ലാവരും കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷ്വൽസ് പുറത്തു വരുന്നുണ്ട്. RSFനെ പിന്താങ്ങുന്നത് UAE ആണ്. അവർക്ക് ആയുധങ്ങൾ ലഭിക്കാനും ഫണ്ട് ലഭിക്കാനും UAE ആണ് കാരണമായി പറയുന്നത്. പക്ഷേ UAE ഇത് ഡിനൈ ചെയ്തു. ഇതിനൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പങ്കും അൺവെരിഫൈഡ് സോഴ്സിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രൂവണമല്ല, അതെല്ലാം ഡിനൈയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ UAEക്കെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഡാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാഷ്ട്രമാണ്. കുട്ടികളടക്കം മരിച്ചു വീഴുന്ന ഒരു ദരിദ്ര രാഷ്ട്രം. എന്നും എന്ത് തരത്തിലുള്ള യുദ്ധങ്ങളായാലും അത് ഏറ്റവും കൂടുതലും ബാധിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുകയും ചെയ്യുന്നത്. സുഡാനിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. 2 പേർ സ്വർണത്തിനും ഭരണത്തിനും വേണ്ടി നടത്തുന്ന ഈ യുദ്ധത്തിൽ ഇരകളാകുന്നത് സാധാരണ മനുഷ്യർ മാത്രമാണ്. നമ്മളെല്ലാം ഗാസയ്ക്ക് വേണ്ടി നിലകൊണ്ടതുപോലെ, ഗാസയ്ക്ക് വേണ്ടി ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പോലെ സുഡാനെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. സുഡാനൊപ്പമായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്.